ഒരു പ്രണയകാലത്തിന്റെ ഓർമ്മയ്ക്ക്. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂനിയേരി. കശുമാവിൻ തോട്ടത്തിലൂടെയുള്ള നടവഴി കാട് കയറി കിടക്കുകയാണ്. അപ്പുറത്ത് നല്ല ടാർ റോഡ് ഉണ്ടായിട്ടും ഇതിലൂടെ ഞാൻ പോകുന്ന ആരെങ്കിലും കണ്ട വട്ടാണെന്നേ കരുതും. മൂസാക്കയുടെ പലചരക്കട വിത്ത് ചായക്കട, പിന്നെ ഒരു ബസ് സ്റ്റോപ്പ്. ഇത് മാത്രമായിരുന്നു അന്ന് ഇവിടുത്തെ കവല. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള കവലയുണ്ട്. ബാംഗ്ലൂർ റേഷൻ കടയും 1-2 ഹോട്ടലുകളും തുണിക്കടയും സ്കൂളുമെല്ലാം അവിടെയാണ്. അടുത്താണ് ശ്രീകൃഷ്ണ ക്ഷേത്രവും. സാധനങ്ങൾ വാങ്ങാനും മറ്റും ഞങ്ങൾ അവിടെയാണ് പോയിരുന്നത്. ഇന്ന് പക്ഷേ ഇവിടെ ഒരു ഹോട്ടല്, ബാർബർ ഷോപ്പ്, പിന്നെ ഒരു ഗ്രോസറി ഷോപ്പ് ഇത്രയും വന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിനടുത്ത് ഓട്ടോ സ്റ്റാൻഡും. കവലയിൽ നിന്ന് പണ്ട് ഞാൻ താമസിച്ചിരുന്ന ഭാഗത്തേക്ക് വലിയ വികസനമൊന്നും എത്തിയിട്ടില്ല. പടുകൂറ്റം മരങ്ങളും ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന തൈപ്പുല്ലുകളും കശുമാവിൻ തോട്ടവുമെല്ലാം അതേപോലെ തന്നെയുണ്ട്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ സ്ഥലമെത്തി. അവിടെ വീടിന്റെ അടുക്കളയിലിരുന്ന് പച്ചക്കറി അരിയായിരുന്ന രമ്യ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. എന്നെ കണ്ടതും ആ മുഖത്ത് ആശ്ചര്യവും സന്തോഷവും ഒരുമിച്ച് പ്രകടമായി. ഇതാര്? മഹിയേട്ടനോ? ഇതെന്താ ഈ കാട്ടിലൂടേക്ക് വരുന്നത്? ചുമ്മാ, പണ്ട് ഇതിലൂടെയാണല്ലോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടി നടക്കാനൊരു കൊതി. ഞാൻ ചിരിച്ചു. ഓ, മനസ്സിലായി. നിങ്ങൾ എഴുത്തുകാർക്ക് നൊസ്റ്റാൾജിയുടെ അസുഖം കൂടുതലാണല്ലോ. ആ സൈഡിലൂടെ വാ. അനൂപില്ലേ? മുറ്റത്തുണ്ട്. ഞാൻ വീടിന്റെ ഇടതുവശത്തു കൂടി മുറ്റത്തേക്ക് നടന്നു. ബൈക്ക് കഴിയായിരുന്ന അനൂപിന് എന്നെ കണ്ടിട്ട് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണോ ഇങ്ങോട്ട് എഴുന്നള്ള സമയം കിട്ടി? അതോ ഗൾഫിൽ പോയതോ നമ്മളൊക്കെ വേണ്ടതായോ? കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടായിരുന്നു. ക്ഷമിക്ക്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. കാശും പത്രാസൊക്കെ ആകുമ്പോൾ പഴയ കൂട്ടുകാരൊക്കെ വേണ്ടതാവും. ആ, അത് നീ പറഞ്ഞ ശരിയാ. കൊട്ടാരം പോലെ വലിയൊരു വീട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ഗൾഫിൽ സ്വന്തമായിട്ട് കുറെ ഷോപ്പിംഗ് മാളുകൾ. ഇതൊക്കെയുള്ള എനിക്ക് ഈ പട്ടിക്കാട്ടിൽ കിടക്കുന്ന ഇന്നോത്തിട്ട് എന്ത് കിട്ടാനാ, അല്ലേ? ഓ, തുടങ്ങിയ രണ്ടും കൂടി. രമ്യ അവിടേക്ക് വന്നു. നീ ഇവൻ പറയുന്ന കേട്ടില്ലേ രമ്യ? ഞാൻ നാട്ടിലെത്തിയിട്ട് ആകെ 2 ദിവസമായതേ ഉള്ളൂ. നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചപ്പോൾ അവൻ്റെ ഒരു ഡയലോഗ്. ഇവൻ അങ്ങോട്ടേക്കൊന്ന് വന്നാലെന്താ? തർക്കമൊക്കെ പിന്നെ മതി, കയറിക്ക്. ഞാൻ ഇതിലും കഴിക്കാൻ എടുക്കാം. രമ്യ അകത്തേക്ക് നടന്നു. ഞാൻ അരഭിത്തിയിലിരുന്നു. എൻ്റെ അടുത്തായി അനൂപും. ജോലിയൊക്കെ സുഖാണോടാ? അനൂപ് ചോദിച്ചു. ആ, കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതിനിടയിൽ നിനക്ക് എപ്പോഴാണ് എഴുതാൻ സമയം കിട്ടുന്നത്? ഫേസ്ബുക്കിൽ നീ എഴുതുന്ന രമ്യ കാണിച്ചു തരാറുണ്ട്. എനിക്ക് ഈ കഥയും കവിതയൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാലോ. എന്നാൽ ഒരെണ്ണം ഞാൻ വായിച്ചിരുന്നു. എവിടേക്ക് ഈ നാട് ഞാനല്ല അതിലുള്ളതുപോലെ. അങ്ങനെ എഴുതാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. മനസ്സസ്വസ്ഥമാകുമ്പോൾ വെറുതെ എന്തെങ്കിലും എഴുതിയിടും. ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അനൂപിൻ്റെ വീടിന് തൊട്ടു മുന്നിലൂടെ റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 1-2 പുതിയ വീടുകൾ. നിനക്ക് ജംഷീറിന് ഓർമ്മയില്ലേ? അവൻ്റെ വീടാ ആ കാണുന്നത്. ഞാൻ ഓർമ്മയിൽ ജംഷീറിനെ പരിധി നോക്കി. പലതും മറന്നിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ഒരാളുടെ രൂപം ഓർത്തെടുക്കുന്നത് കഠിനമാണ്. പക്ഷെ എല്ലാവരെയും മറക്കാനും കഴിയുന്നില്ല. അതാണല്ലോ ഇങ്ങോട്ട് വരാതിരുന്നു. നീ എന്തോ ആലോചിക്കുന്നു? ഏയ്, ഒന്നുമില്ലടാ. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. മഹി, കഴിഞ്ഞത് കഴിഞ്ഞു. വെറുതെ മനസ്സ് വിഷമിക്കണമെന്ന് കരുതിയാ നിന്നോട് ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് വരാൻ നിർബന്ധിക്കാത്തത്. പ്രവാസ ജീവിതത്തിൽ ആദ്യ 5 വർഷങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേക്കും അച്ഛന് ബാങ്ക് കിട്ടിയ 7 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് പണിതിരുന്നു. അവിടേക്ക് താമസം മാറി. പിന്നെ ഈ നാട്ടിലേക്ക് വന്ന് 2 തവണ മാത്രം. അനൂപിൻ്റെ വിവാഹത്തിനും പിന്നെ അവൻ്റെ അമ്മ മരിച്ചപ്പോഴും. ഞാൻ വിദേശത്തേക്ക് പോയ സമയത്തൊക്കെ അച്ഛൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും അനൂപിനെയാണ് വിളിക്കാറ്. ടൗണിലുള്ള ജില്ലാ ഹോസ്പിറ്റൽ അറ്റൻഡറായവന് ഞങ്ങളുടെ പുതിയ വീട്ടിലെത്താൻ അവിടുന്ന് അധികം ദൂരമില്ല. 1 വർഷത്തിന് ശേഷം ഇന്നാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഗൾഫിലുള്ളപ്പോൾ എന്നും ഫോൺ ചെയ്ത് സംസാരിക്കും. അങ്ങനെ വിട്ടുകളയാവുന്നൊന്നല്ലല്ലോ സൗഹൃദം. അനൂപിൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് നേരെ നോക്കിയാൽ ഒരു വാഴത്തോട്ടം കാണാം. അവിടെയായിരുന്നു എൻ്റെ പഴയ വീട്. ഞങ്ങൾ ഇന്ന് വാങ്ങിയവരത് പൊളിച്ചു കളഞ്ഞ് കൃഷി തുടങ്ങി. നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് പണ്ടേ അച്ഛൻ തെളിയിച്ചതാണ്. കാശിലും മരച്ചീനിയും ചേനയും വാഴയുമെല്ലാം അന്ന് നട്ടു നനച്ചുണ്ടാക്കിയിരുന്നു. ചെറിയൊരു വഴി മാത്രമായിരുന്നു. വേനലിൽ പോലും തണുത്ത കാറ്റ് വീശുന്ന നിശബ്ദമായ അന്തരീക്ഷമുള്ള ഗ്രാമം. സ്കൂളിലേക്ക് കശുമാവിൻ തോട്ടത്തിലൂടെ ആടിപ്പാടി പോകുന്ന കുട്ടികളിൽ ഞാനും അനൂപുമുണ്ട്. ആ ബാല്യം എത്ര മനോഹരമായിരുന്നു. മയ്യേട്ടാ, ഇങ്ങോട്ട് വാ. രമ്യയുടെ ശബ്ദം കേട്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് ഞെട്ടിയുണർന്നു. അകത്തെ ടേബിളിൽ ചായയും ചൂടുപ്മാവും കറിയും പഴവുമെല്ലാം നിരത്തിയിട്ടുണ്ട്. വരുന്ന കാര്യമൊന്നും വിളിച്ച് പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. അതാ ഞാൻ ഒന്നും ഉണ്ടാക്കാത്തത്. രമ്യ സങ്കടപ്പെട്ടു. ഏയ്, സാറില്ല, ഉള്ളൊക്കെ മതി. ആഹാരത്തിന് ശേഷം ഞാൻ ബാഗ് തുറന്ന് ഒരു പ്ലാസ്റ്റിക് കവർ രമ്യക്ക് നൽകി. മക്കളെവിടെ? സ്കൂൾ വെക്കേഷൻ അല്ലേ, അവരെൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനിന്ന് അങ്ങോട്ട് പോകാനിരുന്ന. അനുവേണ്ട ലീവായതുകൊണ്ട് നാളേക്ക് മാറ്റിവെച്ച്. എന്നാൽ പിന്നെ അവരെയും കൂട്ടി നിങ്ങൾ 2 പേരും എൻ്റെ വീട്ടിലേക്ക് വാ. അതെന്തായാലും വരും. അച്ഛൻ കുറേ ആയിട്ട് വിളിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലുള്ളതുകൊണ്ടാണ് വരാഞ്ഞ്. ഇത്തവണ അച്ഛനെയും കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഉവ്, ഞാൻ പലതവണ നിർബന്ധിച്ച ഇപ്പോഴൊന്ന് സമ്മതിച്ച്. അത് നന്നായിടാ.
കേളുവേടന് ബുർജ് ഖലീഫിന്റെ മുമ്പിലെത്തി ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. മൂപ്പരുടെ പഴയ കൂട്ടുകാർക്കൊന്ന് കാണിക്കാനാ. കുറച്ചു നേരം കൂടി അവർ രണ്ടുപേരോട് സംസാരിച്ച ശേഷം ഞാൻ എഴുന്നേറ്റു. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഇപ്പോഴോ? ഊണ് കഴിച്ചിട്ട് പോയാൽ മതി, രമ്യ പറഞ്ഞു. സമയമില്ല, രാത്രി 8 വരെ പോകാനുള്ളതാ. ഇവിടെ ചെറിയൊരു കാര്യം കൂടി ബാക്കിയുണ്ട്, അതിനുശേഷം മടങ്ങണം. അത് കേട്ടതും അനൂപിന്റെ മുഖം വിവരണമായി. മൈ, നിർബന്ധമാണോ? നിനക്ക് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നേ? ഏയ്, ഒന്നും നേടാനല്ലടാ, എൻ്റെ സമാധാനത്തിന് വേണ്ടി. നമ്മളെല്ലാം തീരുമാനിച്ചല്ലേ, പ്ലീസ്. അവൻ മറുപടി പറയാതെ മുറ്റത്തേക്ക് ഇറങ്ങി. രമ്യയോട് യാത്ര പറഞ്ഞ് ഞാനും. റോഡിലൂടെ നടക്കുമ്പോൾ ഞങ്ങളൊന്നും സംസാരിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം കുട്ടിക്കാലം മുതൽ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നവനാണ് അനൂപ്. ഞാൻ എന്താണെന്ന് അവന് നന്നായിട്ട് അറിയാം. നാരായണേട്ടൻ്റെ വീട് കഴിഞ്ഞാൽ പിന്നെ വിശാലമായ വയലാണ്. പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന സ്ഥലം. ഞാനും അനൂപും ഷംസുവും സമീറും നസീമും രാകേഷും പിന്നെ ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളും അടങ്ങിയ ടീമിന് ഞങ്ങളിട്ട പേരാണ് ബാഡ് ബോയ്സ്. പേര് അന്വർത്ഥമാക്കുന്നതായിരുന്നു അക്കാലത്തെ പ്രവൃത്തികളും. വയലിൽ യാതൊരു മാറ്റവുമില്ലാതെ പഴയതുപോലെ തന്നെയുണ്ട്. വയലിൻ്റെ അപ്പുറം ഒരു വീട് കാണാം. ഉള്ളിലൊരു നോവ് പടരുന്നു. ഒരുമിച്ചൊരു ജീവിതം അസാധ്യമാണെന്ന് അറിഞ്ഞിട്ടും മനോഹരമായ പ്രണയകാലം എനിക്ക് സമ്മാനിച്ചവളുടെ അസ്മയുടെ വീട്. എടാ, ആദ്യം വായനശാലയിൽ പോയിട്ട് വരാം, എനിക്ക് ചിട്ടിക്കാശ് വാങ്ങിക്കണം. പിന്നെ ഇങ്ങോട്ട് നടക്കാൻ വയ്യ. ഞാനിവിടെ ഇരിക്കാനുണ്ട്, നീ പോയിട്ട് വാ. വയലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള കരിങ്കൽ കെട്ടിയിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അവിടുന്ന് കുറച്ച് അകലെയാണ് വായനശാല. അനൂപ് അത് ലക്ഷ്യമാക്കി നടന്നപ്പോൾ ഞാൻ വീണ്ടും അസ്മയുടെ വീടിന് നേരെ നോക്കി. പറമ്പിലെ മരങ്ങളെല്ലാം ഒരുപാട് വളർന്നു. അടുത്ത് തന്നെ വേറെയും വീടുകൾ കാണാം. നാട് മനുഷ്യരുമെല്ലാം മാറുമ്പോഴും ഞാൻ മാത്രം ഇങ്ങനെ. ആ പറമ്പിനെയും വയലിനെയും വേർതിരിക്കുന്ന വേലിയുടെ അടുത്താണ് കിണർ. വയലിൽ ക്രിക്കറ്റ് കളിക്കുന്ന എന്നെയും കൂട്ടുകാരെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് കിണറ്റിനടുത്ത് തുണികൾ കഴുകുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു. എൻ്റെയും അവളുടെയും കണ്ണുകൾ ഇടയുമ്പോൾ പെട്ടെന്ന് നോട്ടം മാറ്റുന്ന സുന്ദരി എന്നായിരുന്നു അവളെൻ്റെ ഉള്ളിൽ കയറിക്കൂടിയത്. കൃത്യമായിട്ട് ഓർമ്മയില്ല. കാരണം ഒരു വലിയ വഴക്കിലൂടെയായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടതുപോലും. വസ്ത്രങ്ങൾ മുതൽ റേഡിയോ, TV, DVD പ്ലെയർ, ടോർച്ചുകൾ, എമർജൻസി ലാമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വിലക്കുറവിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടിരുന്ന ഒരാളായിരുന്നു നാസിർക്ക. ഞാൻ കുഞ്ഞായിരിക്കും മുതൽ അയാളെ കാണുന്നതാണ്. ഒരു വീട്ടിൽ കയറി ചെന്ന് കയ്യിലുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിൽ മിടുക്കൻ. 500 രൂപ ആദ്യം വില പറഞ്ഞ് അവസാനം അത് 200 രൂപയ്ക്ക് കച്ചവടം ചെയ്ത് അയാൾ പോകും. ഇതിൽ നഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് +2 കഴിഞ്ഞ് ഞാൻ അലർച്ചില്ല ജോലികൾക്ക് പോയി തുടങ്ങിയ സമയത്താണ്. കൊല്ലൻ കേളുവിൻ്റെ മകനെ തുടരപ്പെടുന്ന ആവശ്യമില്ലാത്തതാണെന്ന തിരിച്ചറിവ് വന്നതോടെ സെയ്താലിക്കയുടെ ലോറിയിൽ കിളിയായി പുതിയ ജീവിതം തുടങ്ങി. 10ാം വയസ്സിൽ അമ്മ മരിച്ചതോടെ അച്ഛനും ഞാനും മാത്രമടങ്ങിയ കൊച്ചു കുടുംബത്തിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നുണ്ട്. അച്ഛൻ്റെ കൂട്ടുകാരൻ പണ്ടെപ്പോഴും സമ്മാനിച്ച റേഡിയോ തകരാറിലായ ഒരു നാൾ. അത് ശരിയാക്കാൻ പറ്റില്ലെന്നും പുതിയത് വാങ്ങുന്നതാണ് നല്ലതെന്നും ഇലക്ട്രിക് ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞോടെ അതിനുവേണ്ടി പോവാൻ തയ്യാറാകുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നാസറിക്ക കയറി വന്ന്. കേളുവേട്ടാ, പണിയൊന്നുമില്ലേ? അയാൾ ഉമ്മറത്തിരുന്ന് കോളിൽ വെച്ചിരുന്ന കർച്ചീഫ് എടുത്ത് മുഖവും കഴുത്തും തുടച്ചു. കുറവാ നാസറേ, പണിയെടുക്കാനും തോന്നുന്നില്ല. റേഡിയോ കേട്ടുകൊണ്ട് പണിയെടുത്ത് ശീലിച്ച ഇപ്പം അത് ചത്തു. അതിനാണെങ്കിൽ ആരോ മയ്യത്തായതുപോലെ വിഷമിച്ചിരിക്കണ്. ഞാനിപ്പോൾ വരാം. അയാൾ വന്ന വഴിയെ പോയി. കുറച്ചു നേരത്തിനുള്ളിൽ തിരിച്ചെത്തിയപ്പോൾ കയ്യിലോ റേഡിയോ ഉണ്ടായിരുന്നു. ദാ, പ്രശ്നം തീർന്നില്ലേ? ഇതിന് പൈസ എത്രയാ നാസർക്ക? അന്നോടും കേളുവേട്ടനോടും എനിക്ക് കണക്ക് പറയാൻ പറ്റുമോ മഹേഷേ? രാവിലത്തെ കച്ചവടമായതുകൊണ്ട് ഈ ഉള്ളത് തന്നേക്ക്. അങ്ങനെ ഞാനത് വാങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റേഡിയോ മൗനസമരം ആരംഭിച്ചു. റിപ്പയർ ചെയ്യാൻ പോയപ്പോഴാണ് അറിഞ്ഞത് 1ാം തരം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അത് എന്ന്. ഒറിജിനൽ വെല്ലുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെന്നും കുറഞ്ഞ പൈസക്ക് അങ്ങനെയാണ് നാസർക്ക് കച്ചവടം നടത്തുന്നതെന്നും തിരിച്ചറിഞ്ഞ നിമിഷം അയാളെ കൊല്ലാൻ തോന്നി. അയാൾ ആ നാട്ടിൽ സ്ഥിരതാമസമൊന്നുമല്ല. വലിയ പെട്ടിയുമായി 1-2 മാസം കൂടുമ്പോൾ വീട്ടിലേക്ക് വരും. കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം വിറ്റിട്ട് തിരിച്ചു പോകും. ആ വീട്ടിൽ അയാളുടെ അനിയൻ അലിയും ഭാര്യ ഖദീജയുമാണ് താമസം. വൈകിയാൽ മുങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനും അനൂപും ഞങ്ങളുടെ കൂട്ടുകാരായ ഷംസുവിനെയും സമീറിനെയും കൂട്ടി നാസർക്കയുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി ലാസ്റ്റ് ബസ്സിന് കവലിലിറങ്ങിയ നാസർക്ക ഞങ്ങൾ പൊക്കി. ടൗണിലും മറ്റും ജോലിക്ക് പോയി തിരിച്ചു വരുന്ന 10-20 ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ അയാളെ തെറി വിളിച്ചു. കാശ് പോയതിനേക്കാൾ ചതിക്കപ്പെട്ടുള്ള അമർഷമായിരുന്നു എനിക്ക്. കള്ളൻ എന്ന വിളി കേട്ട് അയാൾ തലകുനിച്ച് നിന്നു. നേരം പുലരുമ്പോൾ പൈസ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കയറി തല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാസർക്കയെ വിട്ടത്. പ്രായത്തെ ബഹുമാനിക്കാതെ സംസാരിച്ചതിന് നാട്ടുകാർ കുറ്റപ്പെടുത്തിയെങ്കിലും ഞങ്ങളത് കാര്യമാക്കിയില്ല. പിറ്റേന്ന് രാവിലെ അച്ഛൻ കുലുക്കി വിളിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി കണ്ണുറന്നു. ഞാൻ ലുങ്കി മുറുക്കിയെടുത്ത് ഉമ്മറത്തേക്ക് ചെന്നു. മുറ്റത്തൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. 15-16 വയസ്സ് പ്രായം കാണും. ചാരനിറത്തിലുള്ള ചുരിദാറാണ് വേഷം. അതിൻ്റെ ഷോള് തട്ടമായി തലയിലിട്ടിട്ടുണ്ട്.
മെലിഞ്ഞ ശരീരം, ഇരുനിറമാണ്. എരിയുന്ന മിഴികളാൽ അവൾ എന്നെ നോക്കി. പിന്നെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന ഏതാനും കറൻസി നോട്ടുകൾ എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതുവരെ കാണാത്ത ഒരു പെണ്ണ് കൊച്ചു വെളുപ്പംകാലത്ത് വീട്ടിൽ കയറി വന്നിരിക്കുന്നു. ആരാടോ കള്ളൻ? വാങ്ങിയ സാധനം മോശമെങ്കിൽ അത് പറയണം, അല്ലാതെ ആളുകളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തില്ല വേണ്ട. ആ പാവം നല്ല രാത്രി ഇപ്പോൾ അവളെ കണ്ണടച്ചിട്ടില്ല. തന്റെ കാശ് കിട്ടിയില്ലേ? പക്ഷെ എൻ്റെ ഉപ്പ അനുഭവിച്ച നാണക്കേട് മാറ്റാൻ എനിക്ക് കഴിയോ? ഓ, അപ്പൊ അതാണ് കാര്യം. നാസർക്ക് ഇന്നലെ ചീത്ത വിളിച്ചതിന് പകരം ചോദിക്കാൻ വന്നാ. പക്ഷേ ഇവളിന്നുവരെ കണ്ടിട്ടില്ലല്ലോ. അയാൾക്ക് ഇത്രയും വലിയ മോളുണ്ടോ? ഞാൻ നോക്കിയപ്പോൾ അനൂപിന്റെ വീട്ടുമുറ്റത്ത് അവന്റെ അമ്മയെ അയൽക്കാരിയായ സഫിയാത്തയും ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ രാവിലത്തെ പതിവ് ചായ കുടിക്കാൻ മൂസാക്കയുടെ കടയിലേക്ക് പോവുകയായിരുന്ന നാരായണേട്ടനും തോമാച്ചായനും സംഭവം എന്താണെന്നറിയാൻ വഴിയരികിൽ നിൽക്കുന്നു. ഒരു പീക്കിരി പെണ്ണ് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന തിരിച്ചറിവിൽ രക്തം തിളച്ചു. അതേടി, നിന്റെ ഉപ്പ കള്ളം തന്നെയാ. ഉളുപ്പുണ്ട് അയാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനം തന്ന് പറ്റിക്കാൻ. ആദ്യം നീ അയാളെ നന്നാക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അയാൾ ഈ തട്ടിപ്പ്. ഒരേ നാട്ടുകാരനിൽ നിന്ന് ഇവിടെ ഒരു ക്ഷമിക്കുമ്പോ അയാളത് മുതലെടുക്കുക. അധ്വാനിച്ച് ജീവിക്കണടി, അതാ അന്തസ്. മഹി, നിർത്ത്. അച്ഛൻ ശാസന പോലെ പറഞ്ഞു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. മോളെ, അവന്റെ വിവരക്കേട് കൊണ്ട് ചെയ്തതാ, ക്ഷമിക്ക്. നാസറിനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം. തൽക്കാലം മോളിപ്പോ പോ. അച്ഛൻ സമാധാനിപ്പിച്ചു. അവൾ വീണ്ടും ദഹിപ്പിക്കുന്ന പോലെ എന്നെ നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു. അച്ഛൻ എന്തിനാ അവിടെ കാലുപിടിക്കാൻ പോയെ? തെണ്ടിത്തരം കാണിച്ച അവിടെ തന്തയല്ലേ? ഒരൊറ്റ വീക്ക് വെച്ചൊരു ഞാൻ. അച്ഛൻ ദേഷ്യപ്പെട്ടു. എടാ, എന്നെ ആരെങ്കിലും തടഞ്ഞു നിർത്തി നാണം കെടുത്തിയാ നീ നോക്കി നിൽക്കോ? അത്രേ അവളും ചെയ്തുള്ളൂ. ഒരു പെൺകൊച്ചിനോട് ഇത്രയും മോശമായിട്ട് പെരുമാറാൻ നീ എവിടുന്നാടാ പഠിച്ചേ? എടി ബോഡിന്ന് വിളിച്ച് സംസാരിക്കുന്ന എല്ലാ ആണത്തും നാസർ പറ്റിച്ചാണ് നിന്റെ പ്രശ്നം. അവൻ കൊണ്ടുവരുന്നതിൽ 3/4 ഭാഗവും അധികം നാൾ ആയുസില്ലാത്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കുറഞ്ഞ കാശിന് കിട്ടുന്നതുകൊണ്ട് വാങ്ങിക്കുന്നതേ ഉള്ളൂ. നിനക്ക് ഒരുപാട് നാൾ നിൽക്കുന്ന വേണമെങ്കിൽ ടൗണിൽ പോയി വലിയ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം. നീ നിന്റെ കാശ് ലാഭിക്കാൻ ശ്രമിച്ചു അല്ലേ? ഞാനൊന്നും മിണ്ടിയില്ല. ഒരു കോപ്പിലെ റേഡിയോ. ഇനി നീ എനിക്കൊന്നും വാങ്ങിക്കണ്ട. എടാ, നിന്റെ വയസ്സിന്റെ പക്വതെങ്കിലും കാണിക്കായിരുന്നു. വീട്ടുമുറ്റത്ത് വരുന്ന ശത്രുവായാലും മാനിയായിട്ട് പെരുമാറണം. അതൊരു പെണ്ണായ പ്രത്യേകിച്ചു. നീ എടുത്ത് തലയിലൊന്നും വെക്കണ്ട, മിണ്ടാതിരിക്കാലോ. ഉപ്പയെ നാണം കെടുത്തിയുള്ള ദണ്ഡം കൊണ്ട് ആ കുട്ടി എന്തൊക്കെയോ പറഞ്ഞു. അത് ക്ഷമിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ +2 വരെ പഠിച്ച പഠിപ്പും സെയ്താലിയുടെ കൂടെ ലോറിയിൽ പല സ്ഥലങ്ങളിൽ പോയി പലരുമായിട്ട് അടുത്തിടപഴകിയ ലോകപരിചയം കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. കേളുവിന്റെ മോന്റെ നാക്ക് ശരിയില്ലെന്നതേ ഇവന്മാരടക്കം പറഞ്ഞടക്കും. അച്ഛൻ വീണുമ്പിൽ നിൽക്കായിരുന്ന നാരായണേട്ടനെയും തോമാച്ചനെയും കൈ ചൂണ്ടി. അതോടെ അവർ സ്ഥലം വിട്ടു. 6 മണിയാവും മുമ്പ് ആ കുട്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ അതിനർത്ഥം ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്നല്ലേ? എന്തിനാടാ ഇങ്ങനെ ശാപം വാങ്ങി കൂട്ടുന്നേ? നിനക്ക് ഞാനത് തരുമായിരുന്നല്ലോ. ഒരേ നാട്ടുകാരാ. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരുമിച്ച് നിൽക്കേണ്ടവര്. എന്റെ മോനായിട്ട് അത് ഇല്ലാതാക്കരുത്. അത്രയും പറഞ്ഞ് അച്ഛൻ വീടിന്റെ പുറകിലുള്ള ഷെഡിലേക്ക് നടന്നു. അതാണ് ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ആല. കുറച്ചു നേരം അതേ നിൽപ്പ് തുറന്നിട്ട് ഞാൻ ആലയിലേക്ക് നടന്നു. അച്ഛൻ അതിനു മുമ്പിലിരുന്ന് ബീഡി വലിക്കുകയാണ്. ഞാനും അടുത്തിരുന്നു. കുറച്ചേരം ഞങ്ങളൊന്നും മിണ്ടിയില്ല. നാസകയെ തെറി വിളിച്ചാൽ അപാകതയുണ്ടെന്ന് തോന്നിയില്ലെങ്കിലും അയാളുടെ മോളോട് മോശമായി പെരുമാറിയത് തെറ്റായെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എനിക്ക് ഈ പൊതുവെ പെൺകുട്ടികളോട് സംസാരിച്ച ശീലമില്ല. പഠിക്കുന്ന കാലത്തും അവർ അവഗണിക്കാറാണ് പതിവ്. ഞാനാകെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിച്ചിരുന്ന 2 പെണ്ണുകൾ, ഒന്ന് അമ്മയും മറ്റേത് അനൂപിൻ്റെ അമ്മ സുശീലേച്ചിയുമാണ്. ബാക്കി നാട്ടിലെ സ്ത്രീകളോടൊക്കെ കുശലം പറയുമെങ്കിലും വലിയ അടുപ്പമൊന്നുമില്ല. മോശമായി പോയി അല്ലേ അച്ഛാ? അച്ഛനൊന്ന് മൂളി. എന്നാലും അയാൾക്ക് ഇത്രയും വലിയ മോളുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ കൊച്ചി ഈ നാട്ടിൽ വന്നിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. നാസറിന്റെ ഭാര്യ വീടങ്ങ് കാസർഗോഡാ. അവൻ അവിടെ തന്നെയാണ് കൂടുതലും താമസിക്കാറ്. ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായെന്ന് തോന്നുന്നു. നീ അതിനെന്തെങ്കിലും അറിയുന്നുണ്ടോ? രാവിലെ പോ, വൈകിട്ട് പണി കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളി, അല്ലെങ്കിൽ പുഴക്കരയിൽ പോയി റമ്മി കളി. രാത്രി കയറി വരും, ബലവും നിന്ന് കിടന്നുറങ്ങും. ചിലപ്പോൾ ചങ്ങായിമാരോടൊപ്പം ടൂർ എന്ന് പറഞ്ഞങ്ങ് പോകും. ഞാൻ കയറൂരി വിടുന്നതിന്റെ അഹങ്കാരം. അച്ഛൻ വീണ്ടും ക്ഷുഭിതനായി. ചൂടാവില്ല അച്ഛാ, ഞാനൊന്ന് ടൗണിൽ പോവാ. ഒരാളെ കാണാം, ചെറിയ ജോലി ശരിയായിട്ടുണ്ട്. എന്നോട് സെയ്താലി പറഞ്ഞു. മോം എടുക്കാനാ, കിളിയായിട്ട് വന്ന് ഡ്രൈവിംഗ് അടിച്ചപ്പോൾ ലൈസൻസ് കിട്ടി. പച്ചക്കറികളും മറ്റും കൊണ്ടുവരുന്ന ജീപ്പിൽ പണി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. നീയായിട്ട് പറയട്ടെ എന്ന് എഴുതിയാ ഞാൻ മിണ്ടാണ്ടിരുന്നത്. ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ദൂരേക്കൊക്കെ ഓട്ടുണ്ടാവും. അച്ഛൻ ഒറ്റക്കാക്കി എങ്ങനെയാ? അയ്യോ, എന്തൊരു സ്നേഹം. 3 ഊട്ടി കൊടൈക്കനാല് ഇവിടേക്കൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ അച്ഛൻ തനിച്ചാണെന്ന ബോധം എൻ്റെ പൊന്നുമോനില്ലായിരുന്നോ? കുലത്തൊഴിലെന്നൊന്നുണ്ട്, അത് പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ നിനക്ക് പറ്റുന്നില്ല. ഒരു കത്തിക്ക് പിടിയിടാൻ പോലും അറിയാത്തവനാ നീ. വണ്ടിപ്പണി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതിന് വിട്ടു. ഇപ്പൊ ദൈവം ഒരു വഴി കാണിച്ചെന്നാ, അതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. സെയ്താലി ലോറി വിറ്റാ നീ എന്ത് ചെയ്യും? മതി ഉപദേശം. രാവിലെ ആ പെണ്ണിന്റെ വായിൽ നിന്ന് ഇപ്പൊ അച്ഛനും വന്നേ വല്ലതും കഴിക്കാൻ.
അടുക്കളയിൽ ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാൻ നോക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അച്ഛനൊരു വാക്കത്തിയും എടുത്ത് ആലയുടെ അകത്തേക്ക് കയറി. അന്ന് രാത്രി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉമ്മറത്ത് അച്ഛനോടൊപ്പം നാസർക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും അയാൾ എഴുന്നേറ്റു. മഹേഷേ, എന്നോട് ദേഷ്യമായിരിക്കൂലേ? ആണെന്നോ അല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. എന്നോട് ഈ ക്ഷമിക്കട. മോളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഓൾക്കോട് ഉമ്മാൻ്റെ അതേ സ്വഭാവ. എന്നെ ആരും കുറ്റം പറയുന്നവൾക്ക് പിടിക്കൂല. മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മ കടന്നു വന്നിട്ടാണോ അയാളുടെ വാക്കുകളിൽ ഇടർച്ച? നമ്മൾ സ്കൂളിലൊന്നും പോയിട്ടില്ല, മണ്ടനെയ്യുന്നു. വാപ്പാക്ക് തോണി പോയി മീൻ പിടിക്കാൻ അറിയാം. വെള്ളം പേടിയായതുകൊണ്ട് ഞാൻ അതും പഠിച്ചില്ല. കുറേ കാലം ഫുട്പാത്തിൽ തുണിക്കച്ചവടം ചെയ്തു. അവിടുന്ന് പരിചയപ്പെട്ട ഒരാളാ കാസർഗോഡ് കൊണ്ടുപോയി. ബാംഗ്ലൂരിൽ നിന്നും മറ്റും ചെറിയ പൈസക്ക് വാങ്ങുന്ന സാധനങ്ങൾ എന്തെങ്കിലും ലാഭം എടുത്ത് വിൽക്കാൻ അയാൾ പഠിപ്പിച്ചു. അതിൽ മോശമില്ലാത്ത വരുമാനം ഉണ്ടായി. ഇടയ്ക്ക് ഏതെങ്കിലും ഗൾഫുകാർ സമ്മാനമായിട്ട് ഇരുന്നു വിൽക്കും. അത്തരം ടോർച്ചെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അങ്ങനെയാ. പക്ഷേ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയാം മഹേഷേ, പഠിച്ചോനാണ്. ഒരാളെ പറ്റിക്കണമെന്നൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഒന്നിനും കൊള്ളാത്തവനെന്ന് കളിയാക്കുന്ന ഇക്കമാരുടെ മുമ്പിൽ ജയിക്കണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റയ്ക്കുള്ള ജീവിതം എടുത്തപ്പോൾ കാസർഗോഡ് നിന്ന് തന്നെ സുഹാനെ നിക്കാഹും ചെയ്തു. കുറേ കാലം ഓളുടെ വീട്ടിൽ, പിന്നെ നീലേശ്വരത്തൊരു വാടക വീട്ടിലേക്ക് മാറി. അവിടെ വെച്ചാ സൂറ മരിച്ചത്. അയാളുടെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ എനിക്ക് വല്ലായ്മ തോന്നി. അതോടെ പിന്നെ എല്ലാം താളം തെറ്റി. എൻ്റെ മോൾ അസ്മ പഠിക്കാൻ മിടിക്കായിരുന്നേ. 10ാം ക്ലാസ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുന്നൊക്കെ സ്കൂളിലെ മാഷന്മാർ പറഞ്ഞ. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച്. ഈ പെണ്ണിനെ ഒറ്റയ്ക്ക് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ എനിക്ക് പേടിയാ. പോരായിട്ട് വാടക വീട് ഒഴിയേണ്ടിയും വന്നു. സൂറ മരിച്ചോടെ ഓളുടെ വീട്ടിൽ ഞങ്ങൾ വേണ്ടാതായി. അതാ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം. അതിൻ്റെ പാച്ചിലായിരുന്നു ഞാൻ. അൽഹംദുലില്ലാ, എല്ലാം ശരിയായി. അയാൾ ഉമ്മർത്ത് വെച്ചിരുന്ന പൊതിയോർന്ന് ഒരു പുത്തൻ റേഡിയോ എടുത്തു. ജപ്പാന്റെ സാധന പെട്ടെന്ന് കേടാവൂല. അന്നൊരബദ്ധം പറ്റി. ഇനി നല്ല നോക്കിയ കച്ചവടം ചെയ്യും. ഇതിനിച്ചിരി പൈസ കൂടുതലാ. എന്നാലും നീ അത് തരണ്ട. എൻ്റെ മോള് വീട്ടിൽ കയറി തോന്നിയാസം പറഞ്ഞേന് ഇതിരിക്കട്ടെ. ഏയ് അതൊന്നും വേണ്ട. ഞാൻ അച്ഛനെ നോക്കി. രാവിലെ നാസർക്കയുടെ മോള് വന്ന പൈസ എവിടെ വെച്ചാ? അത് ഞാൻ ഇവന് നേരത്തെ തന്നെ കൊടുത്തു. ഞാൻ പേഴ്സ് തുറന്ന് ഏതാനും 100 രൂപ നോട്ടുകളെടുത്ത് നാസർക്കയുടെ കയ്യിൽ പിടിപ്പിച്ച്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി എത്രയാ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നിടത്തുണ്ടാവും. കച്ചവടത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവരുത്. ഇന്നലെ രാത്രി അങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ തെറ്റാണ്. നാസർക്ക് എൻ്റെ കൈ മുറുക്കെ പിടിച്ചു. ഏയ് അതൊന്നും സാരില്ല. എൻ്റെ മോളോട് ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഞാൻ പെട്ടെന്ന് മയ്യത്തായ മോൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഓടിച്ചെല്ലുണ്ട്. ഈ നാട്ടിലെ ചെറുപ്പക്കാരായ നീയും മറ്റുമല്ലേ. ഛേ, എന്താ നാസറേത്, രാത്രിക്ക് ഇങ്ങനത്തെ വർത്താനൊന്നും വേണ്ട. അച്ഛൻ ശാസിച്ചു. നീ അത്താഴം കഴിക്കുന്നുണ്ടോ? ഇല്ല കേളുവട്ടാ, മോള് കാത്തിരിക്കും. എന്നാ ഞാൻ പോട്ടെ. എടാ, നിന്റെ മോളുടെ പേരെന്താ പറഞ്ഞേ? മറന്നുപോയി. അസ്മ. നാസർക്ക് ടോർച്ച് അടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു വന്നു. അല്ല, നീ ഇത്ര പെട്ടെന്ന് നന്നായോ? അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ ചോദിച്ചു. അതെന്താ വെച്ചാ? അല്ല, ചെയ്ത തെറ്റിന് ക്ഷമ പറയുന്നൊക്കെ ഇത്രയും കാലത്തിനിടക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓ, ഇപ്പൊ അതായ കുറ്റം? കുറ്റമൊന്നും അല്ലടാ, നല്ല തന്നെയാ. ആ പേരിന്റെ അർത്ഥം എന്താ വെച്ചാ? ഏതു പേരിന്റെ? അസ്മ. ആ, എനിക്കെങ്ങനെ അറിയാനാ? നീ നാസറിനോടിനെ ചോദിച്ചോ? അയ്യോ വേണ്ടായേ. ഭക്ഷണം കഴിച്ച അച്ഛൻ്റെ കൈകാലുകളിൽ കുഴമ്പ് പുരട്ടുന്ന നേരത്തും മനസ്സിൽ അസ്മയായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള പെൺകുട്ടി. അപമാനിക്കപ്പെട്ട പിതാവിന് വേണ്ടി ശബ്ദമുയർത്തിയവൾ. ആ ജ്വലിക്കുന്ന കണ്ണുകളും കോപത്താൽ വിറകൊള്ളുന്ന അധരങ്ങളും ഇപ്പോഴും മുന്നിലുണ്ട്. പെണ്ണിന് അങ്ങനെ ഒരു ഭാവം കൂടിയുണ്ടെന്ന് ആദ്യമായി ഞാൻ അറിയുകയായിരുന്നു. നമ്മൾ ശരിക്കും എന്തൊരു ദുഷ്ടന്മാരല്ലേ? ഞാൻ ചോദിക്കുന്ന കേട്ട് അനൂപ് എൻ്റെ നേരെ തിരിഞ്ഞു. വയലിൽ ക്രിക്കറ്റ് കളിക്കാൻ സ്റ്റെമ്പ് അടിച്ച് ഉറപ്പിക്കുകയായിരുന്നു അവൻ. മറ്റുള്ളവർ ടോസ് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളല്ല നീ. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ വേണ്ടാന്ന്. ഒരു റേഡിയോക്ക് വേണ്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇക്കണക്കിന് വല്ല ടിവിയോ ഫ്രിഡ്ജാണെങ്കിൽ നീ അങ്ങനെ കൊല്ലില്ലേ? പട്ടി, ഇപ്പം ഞാൻ മാത്രമായി കുറ്റക്കാരൻ? അതെ, നീ മാത്രം. സ്വന്തമായിട്ട് കാശുണ്ടാക്കുന്നതിൻ്റെ അഹങ്കാരം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ കോളേജിൽ പോയി ചേരാൻ? പഠിക്കാനൊന്നല്ലല്ലോ, വായി നോക്കാനല്ലേ. നീ എൻ്റെ കൂടെ ജോലിക്ക് വന്നോ? അയ്യടാ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോളാം മോനെ. എന്നും വിക്കറ്റ് കീപ്പർ ആവാറുള്ള ഞാൻ അന്ന് ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത് വേറൊന്നും കൊണ്ടല്ല. അസ്മ ബക്കറ്റ് നിറയെ തുണികളുമായി കിണറിനടുത്തേക്ക് വരുന്നത് കണ്ടിട്ടാണ്. വയലിൻ്റെ അതിലെ വേലിക്കിപ്പുറം ഫീൽഡിൽ നിന്ന് ഞാൻ അവളെ ഒന്ന് പാളി നോക്കി. ധരിച്ചിരുന്ന പാവാടകളിൽ കയറ്റി കുത്തി അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്തു. വെള്ളിക്കൊല സൊട്ടിച്ചേർന്ന് കിടക്കുന്ന കണങ്കാലുകൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടാവണം ആ മുഖത്ത് ഗൗരവം. അതെ, സോറി, അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഞാൻ അവൾക്ക് പുറംതിരിഞ്ഞെന്ന് കളിയിൽ ശ്രദ്ധിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് ആരോടുന്നില്ലാതെ പറഞ്ഞു. വേണേ നിന്റെ ഉപ്പയോട് ചോദിച്ചു നോക്ക്. ഇന്ന് വരെ ഞാൻ അങ്ങനെയൊന്നും അങ്ങനോട് സംസാരിച്ചിട്ടില്ല.
അസ്മ മറുപടിയൊന്നും പറയാതെ തുണികൾ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. സ്കൂളിൽ അഡ്മിഷൻ ശരിയായോ? അതിന് ഉത്തരവില്ല. ഞാൻ തിരിഞ്ഞവൾ നോക്കി. അതെ, സോറി പറഞ്ഞില്ലേ, പിന്നെ നിന്നെ മോന്നി വീർപ്പിച്ച് നിൽക്കുന്നേ. അവൾ എന്നെ ശ്രദ്ധിക്കാതെ തുണിയിൽ സോപ്പ് തേച്ച് പിടിപ്പിച്ച് അലക്കലിൽ ആഞ്ഞടിച്ചു തുടങ്ങി. എൻ്റെ കാലിൽ പിടിച്ചടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതോടെ ഞാൻ പരാജയം സമ്മതിച്ച് ക്രിക്കറ്റ് കളിയിലേക്ക് മടങ്ങി. അതിനുശേഷം മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് തന്നെ അസ്മ അലക്കുന്നുണ്ടാവും. ഇടയ്ക്ക് അവൾ എന്നെ നോക്കുന്ന കണ്ടിട്ടും ഞാൻ കാണാത്ത പോലെ നടിച്ചു. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചോടെ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞതാണല്ലോ. പുതിയ ജോലിയിൽ ഞാൻ സംതൃപ്തനായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ വരാൻ പറ്റാറില്ലെന്നൊരു പ്രശ്നമുണ്ടെന്ന് മാത്രം. ലോണാണെങ്കിലും ഒരു ബൈക്ക് വാങ്ങിയതോടെ ടൗൺ വരെ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് പോകുന്ന ഒഴിവായി. ജോലിയില്ലാത്തതുകൊണ്ട് ഒരു വൈകുന്നേരം ഞാൻ നേരത്തെ വീട്ടിലെത്തി. അച്ഛനും ഉമ്മറത്ത് കണ്ടില്ല. ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഞാൻ പുറകിലേക്ക് ചെന്നു. അവിടെ അച്ഛൻ്റെ മുമ്പിൽ അസ്മരിക്കുന്നുണ്ട്. ഉലയിൽ നിന്ന് ചുട്ടുപഴുത്ത് ഇരുമ്പെടുത്ത് അച്ഛൻ കല്ലിൽ വയ്ക്കുന്നു. അവളതിൽ ചുറ്റിയെ കൊണ്ട് അടിക്കുന്നു. ആ മതി മോളെ, ഇപ്പൊ ശരിയായി. അച്ഛൻ അതെടുത്ത് വെള്ളത്തിൽ മുക്കി തലവീർത്തതും എന്നെ കണ്ടു. ആ നീ നേരത്തെ വന്നോടാ. അത് കേട്ട് അസ്മ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടപ്പോൾ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നീ ഇരിക്കും മോളെ. അച്ഛൻ തടഞ്ഞു. ഇതെന്താടാ നിന്റെ കയ്യില്? പപ്സ. ആ ഇങ്ങതാ. അച്ഛൻ പൊതിയോർന്ന് ഒരെണ്ണെടുത്ത് അസ്മയ്ക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട. അതെന്താ, ഇവിടുന്ന് ഒന്നും കഴിക്കരുത് നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, അതുകൊണ്ടൊന്നല്ല. എന്നാ വാങ്ങിക്ക്. അവൾ തെല്ലും മടിയോടെ വാങ്ങി. എന്റെ മുമ്പിൽ നിന്ന് കഴിക്കാൻ അവൾക്ക് മടിയുണ്ടെന്ന് മനസ്സിലായതോടെ ഞാൻ പതിയെ പിൻവലിഞ്ഞു. അച്ഛാ, ഞാൻ വായനശാലയിൽ പോവാ, ഞാൻ വിളിച്ചു പറഞ്ഞു. വായനശാലയിൽ പോകുന്നെന്ന് ചുമ്മാ പറയുന്ന മോളെ. അവിടെ ഇരുന്ന് ഇന്ന് വരെ അവനൊരു പത്രം പോലും വായിച്ചിട്ടില്ല. നിന്റെ വീണ്ടും പിച്ചെന്ന് ക്രിക്കറ്റ് കളിക്കാനാ ഈ വായിന്നേ. അച്ഛൻ അസ്മയോട് പറയുന്ന ഞാൻ കേട്ടു. ദുഷ്ടൻ. അതിനുശേഷം പലപ്പോഴും അസ്മേന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അടുത്ത വീട്ടിൽ സഫിയത തയ്യൽ ജോലി ചെയ്യുന്നുണ്ട്. സ്കൂൾ വിട്ടു വന്നാൽ അസ്മ അവിടെ അടുത്ത് പോയി ആ പണി പഠിക്കും. തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കും. അച്ഛൻ്റെ പണിയെക്കുറിച്ച് എന്നെക്കാൾ നന്നായിട്ട് അവൾക്കറിയാം. ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അച്ഛൻ സന്തോഷത്തോടെ വിവരിക്കും. പെൺമക്കളില്ലാത്തതുകൊണ്ടാവണം അച്ഛൻ അവളോടൊരു പ്രത്യേക സ്നേഹമാണ്. ഒരിക്കൽ ആലയുടെ സൈഡിലൂടെ പോകുന്ന ചേരയെ കണ്ടവൾ ഭയന്നു. അയ്യോ, പാമ്പ്. നീ പേടിക്കേണ്ട മോളെ, അതിനെ ഞാൻ വളർത്തുന്ന. അച്ഛൻ പറഞ്ഞു. പാമ്പിനെ ആരെങ്കിലും വളർത്തുവോ? അതിനെന്താ കുഴപ്പം? പട്ടിയെയും പൂച്ചയും വളർത്തുന്നൊക്കെ പോലെ തന്നെയാ. ഇതിന്റെ പേര് മിട്ടു. അവളത് വിശ്വസിച്ചു എന്നത് മുഖഭാവത്തിൽ നിന്ന് വ്യക്തം. ഞാനും അച്ഛനും ചിരിയടക്കാൻ കഷ്ടപ്പെട്ടു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് സഫിയ താത്തയുടെയും ഞങ്ങളുടെയും പറമ്പിന്റെ നടുവിലുള്ള തോട്ടിൻകരയിലെ കൈതച്ചെടികളിലേക്ക് നോക്കി അസ്മ എന്തോ സംസാരിക്കുന്ന ഞാൻ കണ്ടു. എന്താ? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ഒറ്റയ്ക്ക് വർത്താനം പറയാൻ വട്ടാണോ? ഒറ്റയ്ക്കല്ല. പിന്നെ? മിട്ടു അവിടെയുണ്ട്. അവൾ കൈതച്ചെടികൾക്ക് നേരെ കഴിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചുപോയി. ബാക്കിയുള്ള കാര്യത്തിനും ഭയങ്കര ബുദ്ധിയാണല്ലോ. കഷ്ടം, അച്ഛൻ നിന്നെ പറ്റിച്ച. പാമ്പിന് ചെവികൾക്കില്ലെന്ന് പോലും അറിയില്ലേ. അന്ന് അവൾ അച്ഛനോട് വഴക്കുണ്ടാക്കി. ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയെങ്കിലും പിറ്റേ ദിവസം പതിവ് പോലെ എത്തി. എന്നോട് അസ്മ അധികം സംസാരിക്കാറില്ല, പുഞ്ചിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ 1-2 വാക്കിൽ മറുപടി, അത്രമാത്രം. എൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ അവളെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതെയായി. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായതിന് അവൾ വീട്ടിൽ ലഡുകൊണ്ടുവന്ന് തന്നിരുന്നു. അവൾ പരീക്ഷയ്ക്ക് ജയിച്ചാൽ അമ്പലത്തിൽ ചുറ്റുവിളക്ക് കഴിക്കാമെന്ന് അച്ഛൻ നേർച്ച കൂട്ടിയിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ഉമ്മച്ചിക്കുട്ടിയും ഭഗവാൻ ശ്രീകൃഷ്ണനും തമ്മിൽ എന്ത് ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. അച്ഛനോട് ചോദിച്ചാൽ നല്ല ആട്ട് കിട്ടും. അങ്ങനെ ഞാൻ പഠിച്ച അതേ സ്കൂളിൽ അസ്മ +1 ചേർന്നു. പിന്നെയും നാളുകൾ കടന്നുപോയി. ആ സമയത്താണ് ക്ലാസ്മേറ്റ് സിനിമ റിലീസായത്. അതിലൊന്നു ചേരാത്ത ജോഡികൾ മുരളിയും റസിയയും തിയേറ്റർ വിട്ടിട്ടും എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാലത് വല്ലാതെ ചെയ്ത്തായി പോയി. നാട്ടിലേക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. പുറകിൽ നിന്ന് അനൂപ് കുറച്ചുകൂടി ചേർന്നിരുന്നു. നീ വല്ലതും പറഞ്ഞോടാ? പാവ റസിയ, അവർ ഒരുമിക്കണമായിരുന്നു അല്ലേ? എന്നാ പിന്നെ കഥ മുന്നോട്ട് പോടാ. ബാക്കി എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുമ്പോൾ ആ പെണ്ണിന് മാത്രം ഇങ്ങനെ ഒരു വിധി. മൈ വെറുതെ നീ തന്തയ്ക്ക് വിളിപ്പിക്കരുത്. നീ ഒന്ന് വേഗം വിട്ടേ, രാത്രി അമ്പലത്തിൽ പോകണ. ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം 4ാം ദിവസമായിരുന്നു അന്ന്. രാത്രി അമ്പലത്തിലേക്ക് കാഴ്ച വരെ കടന്നു പോകുന്നത് ഞങ്ങളുടെ കവല വഴിയാണ്. അവിടെ മുതൽ ഞങ്ങളും കൂടെ കൂടും. അതാണ് വർഷങ്ങളായിട്ടുള്ള പതിവ്. ഉത്സവ കമ്മിറ്റിയിലുള്ളത് കാരണം അച്ഛൻ 7 ദിവസം അമ്പലത്തിൽ തന്നെ ആയിരിക്കും. അനൂപിനെ അവൻ്റെ വീട്ടുമുറ്റത്തിറക്കിയ ശേഷം ഞാൻ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. അപ്പോഴേക്കും മറ്റു കൂട്ടുകാരും എത്തി. ഞങ്ങളെല്ലാവരും കവലയിലെ ബസ് സ്റ്റോപ്പിൽ സ്ഥാനം പിടിച്ചു. അവിടെ വേറെ ഒരുപാട് ജനങ്ങൾ കാഴ്ചവരവിനായി കാത്തു നിൽക്കുന്നുണ്ട്. വാദ്യമേളം കൊണ്ട് അകമ്പടിയോടെ കാഴ്ചവരവെത്തി. ഏറ്റവും മുന്നിൽ വാദ്യമേളം, അതിന് തൊട്ടുപുറകിൽ താലപ്പൊലിയേന്തിയ പെൺകുട്ടികൾ, പിന്നെ മുത്തുകുടകൾ പിടിച്ച് ആ നാട്ടിലെ ചേച്ചിമാർ, ഇരുവശങ്ങളിലും ട്യൂബ് ലൈറ്റുകൾ വടിയിൽ കെട്ടിയ ആമ്പിള്ളേര്.
അതിനു പിറകിൽ ചക്ക, മാങ്ങ, തേങ്ങ, വാഴക്കുലകൾ തുടങ്ങിയവയുമായി യുവാക്കൾ. പിന്നെ കാവടിയാട്ടം, ഫ്ലോട്ടുകൾ, ഏറ്റവും പിറകിൽ തേര്. ഞാൻ അനൂപിന്റെ തോളിൽ കൈയിട്ടുന്ന് ഓരോന്ന് ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകസ്മികമായി റോഡിന്റെ അപ്പുറത്തേക്ക് നോക്കി ഞാൻ കണ്ടത് സഫിയ താത്തയുടെയും സുശീല ചേച്ചിയുടെയും അടുത്ത് നിൽക്കുന്ന അസ്മയാണ്. ട്യൂബ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അവളുടെ മുഖം കൂടുതൽ പ്രകാശിക്കുന്നത് പോലെ തോന്നി. ഓറഞ്ച് പട്ടുപാവടയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. കറുപ്പ് നിറത്തിലുള്ള ഹിജാബ്, കൈ നിറയെ കുപ്പിവളകൾ. 16 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുകയേയില്ല. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. മഷിയിട്ട കണ്ണുകൾ തിളങ്ങുന്നു. കൗതുകത്തോടെ അവൾ മുന്നിലൂടെ കടന്നു പോകുന്നെല്ലാം നോക്കി കാണുകയാണ്. ഇടയ്ക്ക് അവൾ തന്നെ ഇമച്ചിമ്മ നോക്കുന്ന എന്നെ കണ്ടു. എപ്പോഴും നോട്ടം മാറ്റാറുള്ള പെണ്ണിന് അന്നൊരു കൂസലുമില്ലായിരുന്നു. അവളും എന്നെ തന്നെ നോക്കി. ഉറക്കെ മുഴങ്ങുന്ന ചെണ്ടയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. പകരം ക്ലാസ്മേറ്റ് സിനിമയിലെ പാട്ട് ആരോ പാടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞാൻ പകച്ചു. ഇന്ന് വരെ ഒരു പെണ്ണിനെയും ഞാൻ നോക്കി നിന്നിട്ടില്ല. അതിന് താല്പര്യമില്ലായിരുന്നു. ഇവളോട് മാത്രം എന്താണിങ്ങനെ? 1 വർഷമായി അസ്മ ഈ നാട്ടിൽ വന്നിട്ട്. വീട്ടിലും നിത്യ സന്ദർശകയാണ്. ചിലപ്പോൾ സമയം കണ്ടെത്തി ഓടി വന്ന് എന്തെങ്കിലും കറികളുണ്ടാക്കി വയ്ക്കും. അച്ഛനും സുശീലേച്ചിക്കും സഫിയ താത്തക്കും ആ നാട്ടിൽ എല്ലാവർക്കും അവൾ ഇഷ്ടമാണെന്നറിയാം. എല്ലാവരോടും ബഹുമാനത്തോടെ സംസാരിക്കുന്ന പെണ്ണ്. അച്ഛനോട് കുറച്ചധികം സ്വാതന്ത്ര്യം എടുക്കാറുണ്ട്. ബീഡി വലിക്കുന്ന കണ്ടാൽ അതെടുത്ത് ദൂരെ കളയും. ആല അടുക്കും ചിട്ടില്ലാതെ കിടന്നാൽ വഴക്ക് പറയും. അച്ഛൻ്റെ പണ്ടത്തെ കഥകളെല്ലാം താല്പര്യത്തോടെ കേട്ടിരിക്കും. പക്ഷേ എന്നോട് മര്യാദക്ക് സംസാരിക്കാറ് പോലുമില്ല. എന്നിട്ടിന്ന് അവളെ കണ്ടപ്പോൾ മനസ്സ് പതറുന്ന എന്താണ്? ഇനിയിപ്പോൾ ക്ലാസ്മേറ്റിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറാത്താണോ? തേര് കടന്നുപോയതോടെ ഞങ്ങളും അനുഗമിച്ചു. ഇടയ്ക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. അസ്മ സുശീലേച്ചിയോട് എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണത് കാണാൻ. ഹോ! അമ്പലത്തിലെത്തിയിട്ട് എൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കൂട്ടുകാരെ ചോദിക്കുന്നൊന്നും ഞാൻ കേട്ടതുമില്ല. പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദരമായ മുഖം മാത്രം മുന്നിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെടിക്കെട്ടിനും ആനപ്പുറത്ത് എഴുന്നള്ളത്തിനു ശേഷം കലാപരിപാടികൾക്കുള്ള സമയമായി. അന്ന് നാടകമായിരുന്നുകൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷംസുവും സമീറും നസീമും രാകേഷുമെല്ലാം സ്റ്റേജിന്റെ മുന്നിൽ പോയിരുന്നു. അവർക്ക് എന്തായാലും നാടകം കാണണം. മക്കളെ, നിങ്ങളിവിടെ നിൽക്കുന്നുണ്ടോടാ? സുശീലയെ ചോദിച്ചു. ഇല്ല, ഞാനും അനൂപ് ഒരുമിച്ചാണ് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു നടന്നു. നാട്ടിലെത്തി സഫിയ താത്തയെ വീട്ടിലെത്തിച്ചു. എടാ, അസ്മയെ കൊണ്ടുവിട്. സ്വന്തം വീടെത്തിയപ്പോൾ സുശീലേച്ചി പറഞ്ഞു. നിങ്ങളും ആ സുശീലേച്ചി, ഞങ്ങൾ മാത്രം പോയാലേ ആ അലീക്ക് എന്തെങ്കിലും പറഞ്ഞ് ചൊറിയും. അവരവിടെ ഇല്ല മോനെ. ഖദീജയുടെ തറവാട്ടിൽ പോയിരിക്കുക. നാസിർ ഇവിടെയും നോക്കി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടാവും. അവന് കാലുവേദന ആയതുകൊണ്ടാ ഇവിടെ എൻ്റെ കൂടെ വിട്ടത്. അനൂപ് മനസ്സില്ലാ മനസ്സോടെയും ഞാൻ സന്തോഷത്തോടെ അസ്മയുടെ കൂടെ നടന്നു. പാടവരമ്പിലെത്തിയപ്പോൾ അനൂപ് മുന്നിലും ഞാൻ പുറകിലും, അസ്മ ഞങ്ങളുടെ നടുവിലുമായി. നല്ല നിലാവ്, തണുത്ത കാറ്റ്, അവൾ ഉപയോഗിച്ച പൗഡറിൻ്റെ മനം മയക്കുന്ന ഗന്ധം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭൂതി. ഇടയ്ക്ക് കാലിടറി അസ്മ വീഴാനാഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കയ്യിൽ പിടിച്ചു. അവളുടെ ശരീരത്തിൻ്റെ കുളിർമ എന്നിലേക്ക് പടരുന്നു. നോക്കി നടക്കുവേണേ, നീ ഉറക്കത്തിലാണോ? എന്താണ് തനിക്ക് പുറകിൽ സംഭവിക്കുന്നതെന്നറിയാതെ അനൂപ് പറയുന്നുണ്ട്. ഞാൻ പിടിവിട്ടു. വീടിൻ്റെ ഉമ്മർ തന്നെ നാസർക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ, നിങ്ങൾ എത്തിയോ? ഞാൻ കരുതിഞ്ഞിപ്പോൾ നാടകം കഴിഞ്ഞിട്ടേ വരുമെന്ന്. അദ്ദേഹം പുഞ്ചിരിച്ചു. കാലിനെന്താ പറ്റിയത്? ഇന്നലെ ബസ് ഇറങ്ങുമ്പോൾ തെന്നിയതാ. നീരുണ്ട്, നല്ല വേദനയായിപ്പോയി. അല്ലെങ്കിൽ ഉത്സവത്തിന് വരാണ്ടിരിക്കുമോ? നിരാശയോടെ നാസർക്ക് പറഞ്ഞു. ആ നാട് അങ്ങനെയായിരുന്നു. ജാതിമത ഭേദമില്ലാതെ ഉത്സവങ്ങളും പെരുന്നാളുകളും ഓണവും വിഷുവും ക്രിസ്മസും എല്ലാം ആഘോഷിക്കും. ഞങ്ങൾ പോട്ടെ നാസർക്ക. കട്ടൻ ചായ വേണോടാ? മോളെ, ഓൽക്ക് ചായ എടുക്ക്. ഏയ് വേണ്ട. തിരിഞ്ഞു നടക്കാൻ തുടങ്ങവേ ഞാൻ അസ്മയെ നോക്കി കണ്ണുകൾ കൊണ്ട് പോട്ടയും താങ്കിയും കാണിച്ചു. അവൾ മനോഹരമായൊരു ചിരിയോടെ അനുമതിയും തന്നു. നിനക്ക് നാളെ പണിയുണ്ടോടാ? അനൂപ് ചോദിച്ചു. ആടാ, വൈകിട്ട് മൈസൂരിൽ ഓടിയെടുക്കാൻ പോകണം. എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ കിടന്നു. കേളുവട്ടം പുലർച്ചയല്ലേ തിരിച്ചു വരൂ? അതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. അല്ല, എന്തതിൻ്റെ ഉദ്ദേശം? ലൈറ്റ് ഓഫ് ചെയ്ത് ഒരേ കട്ടിൽ കിടന്നപ്പോൾ അനൂപിൻ്റെ ചോദ്യം. എന്തുദ്ദേശം? മഹി, പൊട്ടം കളിക്കല്ലേ? അങ്കമാടിയിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ നീ ഒരുമിച്ച. ആയൻ്റെ മുന്നിൽ നീ അഭിനയിക്കണ്ട. നീ ആ നാസർഖാൻ്റെ മോൾ നോക്കി ചോരടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടാ. ഇന്നവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയതാ. ഓഹോ, ഇന്ന് ആദ്യമായിട്ടാണോ നീ അവളെ കാണുന്നേ? ഞാൻ മിണ്ടിയില്ല. എടാ, സിനിമയല്ല ജീവിതം, അത് ഓർമ്മ വേണം. നിനക്ക് വേറെ പെമ്പിള്ളേരൊന്നും കിട്ടിയില്ലേ? ഒരേ നാട്ടുകാരി, പോരായിട്ട് മുസ്ലിമും. വെറുതെ തമാശ കാണിക്കും. ഓക്കെ, അതല്ല ഭാവിയിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നീ ആളെ മാറ്റിക്കോ. നടക്കാത്ത കാര്യത്തിൻ്റെ പുറകെ പോയി സമയം കളയണ്ട. 1-2 കൊല്ലം കഴിഞ്ഞാലേ നാസർക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി അവിടെ നിൽക്കാതെ നടത്തും.
നിനക്കും എനിക്കൊക്കെ പെണ്ണിട്ടണമെങ്കിൽ മിനിമം ഒരു 10 വർഷമെങ്കിലും കഴിയണം. ഡിഗ്രി പൂർത്തിയാക്കിയ എൻ്റെ അതേ വയസ്സാണ് നിനക്കും. അല്ലാതെ പഠിത്തം നിർത്തി പണിക്ക് പോയതുകൊണ്ട് നിന്റെ വയസ്സ് കൂടൊന്നുമില്ല. ആദ്യം സ്ഥിരമായിട്ടൊരു ജോലിക്ക് ശ്രമിക്കുക, പിന്നെ വീട് പുതുക്കി പണി. അപ്പോൾ കേളുവട്ടം പറയും, മോനെ നീ ഇനിയൊരു പെണ്ണിട്ടെന്ന്. പെണ്ണ് കാണൽ, നിശ്ചയം, കല്യാണം, പിന്നെ കുടുംബം, കഷ്ടപ്പാട്, ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എടാ നീ എവിടുന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചേ? ഡിഗ്രിക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? എനിക്ക് ആശ്ചര്യം തോന്നി. ജീവിതം പഠിപ്പിക്കുന്ന മഹി. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എന്നെ അമ്മയും വിട്ട് അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. അമ്മ കോറയിൽ പണിക്ക് പോയിട്ടാ എന്നെ വളർത്തിയത്. ഇപ്പം അമ്മക്ക് വയ്യാതായി. ഞാനിനി എന്തെങ്കിലും പണി അന്വേഷിക്കണം. നിനക്കും അതുപോലെ തന്നെയല്ലേ? എത്ര കാലമായിടാ കേളുമായിട്ട് ആലയിലെ ചൂടിലിരുന്ന് കഷ്ടപ്പെടുന്നു. എനിക്കിപ്പോൾ ഒരു വരുമാനം ഉണ്ടെന്ന് ശരി തന്നെ. നിങ്ങൾ രണ്ടുപേരും മാത്രം കഴിയുന്ന പോലെയല്ല, നാളെ ഭാര്യ മക്കളൊക്കെ ആയ. കേളുവേണ്ട കുറച്ച് സ്ഥലം അങ്ങ് ദൂരെ, അവിടെ വീട് വെക്കണമെന്നാ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നിനക്കത് ഇഷ്ടപ്പെടുന്ന രീതി പറയാത്തതാ. ആദ്യം അതൊക്കെ സാധിച്ചു കൊടുക്കുക. പെണ്ണും പെടക്കോഴിയല്ല അതിനുശേഷം. മറ്റാരെയും കിട്ടിയില്ല. അവന് ഉമ്മച്ചിക്കുട്ടിയെ പ്രേമിക്കണം പോലും. ആരും അറിയണ്ട. പള്ളിക്കാരും നാട്ടുകാരും കുനിച്ചെറുതി കൂമിനിടിക്കും. അനൂപ് പുതപ്പ് തലവഴിയിട്ട് തിരിഞ്ഞിടന്നു. പ്രണയത്തിന് മതം തടസ്സമാവുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത് ഇത്ര വലിയ തെറ്റാണോ? ഞാൻ എൻ്റെയും അവൾ അവളുടെയും വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ പോരെ? എല്ലാ ദൈവങ്ങളെയും ബഹുമാനിച്ചിരുന്ന പ്രായവും കാലവും ചുറ്റുപാടുകളായതുകൊണ്ടാവണം അന്നെൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. 7-ാം നാൾ ഉത്സവം കൊടിയിറങ്ങി. അന്ന് പകല് കുറച്ചുനേരം അവിടേക്ക് കറങ്ങിയടിച്ച് വീട്ടിൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ അസ്മ സഫിയാത്തയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടത് അവൾ ചിരിച്ചു. നീ അമ്പലത്തിൽ പോയില്ലേ? ഇല്ല, തലവേദന, വെയിലുള്ള വയ്യ. നിന്റെ ഉപ്പ അവിടുന്ന് മൺചട്ടിയും കല്ലൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ആ, ഞാനാ പറഞ്ഞ് വിലക്കുറവുണ്ടാവും വാങ്ങിക്കുമെന്ന്. കുറച്ചു നേരം മൗനം. അസ്മ, ഞാൻ പതിയെ വിളിച്ചു. അവൾ എന്നെ നോക്കി. ഒതുങ്ങി വരാമോ? അവൾ ഇടവഴിയിൽ നിന്ന് മുറ്റത്തേക്ക് കയറി. ഞാൻ കയ്യിൽ നിന്ന് പൊതി അവൾക്ക് നൽകി. ഇതെന്താ? തുറന്നോക്ക്. അവൾ അനുസരിച്ചു. 2 കല്ലുമാലയും പച്ച നിറത്തിലുള്ള കുപ്പിവളകളുമായിരുന്നു അതിൽ. നിനക്ക് വേണ്ടി വാങ്ങിയതാ. എന്തിന്? സത്യം പറഞ്ഞാൽ അതെനിക്കും അറിയില്ലായിരുന്നു. ഉത്സവചന്തയിൽ വെച്ച് കൂട്ടുകാർ കാണാതെ വാങ്ങി പോക്കറ്റിലിട്ടതാണ്. ഞാൻ ഒന്നും മിണ്ടാൻ നിന്നു. മയ്യറിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്തോ ഉള്ള പോലെ തോന്നി. എനിക്കറിയാം എന്താണെന്ന്. പക്ഷേ അതൊന്നും വേണ്ട മയ്യേട്ട, വലിയ പ്രശ്നമാവും. ഇപ്പോൾ ഇവിടേക്ക് വരുന്നതിനൊന്നും ആരൊന്നും പറയാറില്ല. അത് മയ്യേട്ടനോട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഇളയെ പറഞ്ഞാൽ എന്താ നടക്കുകയെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ. അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ ഞാനും പോയി അധികം പറ്റാം. വീട് ഉപ്പാ കൂടി അവകാശമുള്ളതായതുകൊണ്ട് ഇറക്കി വിടുന്നില്ലെന്നേ ഉള്ളൂ. പഠിച്ചൊരു ജോലി വാങ്ങണം, എന്നിട്ട് ഉപ്പയെ നോക്കണം. അതാ എൻ്റെ ആഗ്രഹം. മയ്യേട്ടൻ വെറുതെ വരുന്ന മനസ്സിൽ കൊണ്ടുനടക്കണ്ട. അസ്മ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഭാവിയിൽ എന്ത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഇഷ്ടം അതെന്നും ഉണ്ടാകും. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിനക്കും എന്നെ ഇഷ്ടമല്ലേ? സത്യം പറയണം. അതൊന്നും ശരിയാവില്ല. അവൾ ഇടവഴിയിലേക്ക് തിരിഞ്ഞ് ഓടി മറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞാൻ ടൗണിലേക്ക് ബൈക്കിൽ പോകുമ്പോൾ അവൾ ബസ്സിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത കുപ്പിയോളകളും കല്ലുമാലയും അണിഞ്ഞിട്ടുണ്ട്. ആ കൈകൾക്ക് കുപ്പിയോളം നന്നായി ചേരുന്നുണ്ടായിരുന്നു. എൻ്റെ സമ്മാനം അവൾ സ്വീകരിച്ചെങ്കിൽ അതിനർത്ഥം എന്നെ ഇഷ്ടമാണെന്ന് തന്നെയല്ലേ? ഓടിച്ചെന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ മനം കൊതിച്ചെങ്കിലും ഒരു പുഞ്ചിരിയിലെല്ലാം ഒതുക്കി ഞാൻ ബൈക്കിൻ്റെ വേഗം കൂട്ടി. +2 കഴിഞ്ഞ ഉടനെ അസ്മ നഴ്സിംഗിൽ ചേർന്നു. അതോടെ കൂടിക്കാഴ്ചകൾ വിരളമായി. ഹോസ്റ്റലിലാണ് അവളുടെ താമസം. മാസത്തിൽ 1-2 ദിവസം വീട്ടിലേക്ക് വരും. വന്നാൽ അച്ഛനെ കണ്ട് കുറച്ച് സമയങ്ങളിൽ കൂടെ ഇരുന്ന് സംസാരിക്കും. പക്ഷെ അവൾ വരുമ്പോൾ പലപ്പോഴും ഞാൻ നാട്ടിലുണ്ടാവാറില്ല. കണ്ടില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം കൂടിയതല്ലാതെ ഒരു തരി പോലും കുറഞ്ഞില്ല. പേഴ്സിൽ രഹസ്യമായി സൂക്ഷിച്ച് അവളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് നോക്കും. നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ സമയത്ത് സ്റ്റുഡിയോയിൽ ചെന്ന് അവൾ എടുത്തതാണ്. കൂട്ടുകാരൻ സമീർ ആ സ്റ്റുഡിയോയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ്റെ കാല് പിടിച്ചൊരു കോപ്പി ഞാൻ കരസ്ഥമാക്കി. പക്ഷേ അതോടെ കൂട്ടുകാരെല്ലാവരും എൻ്റെ കള്ളത്തിനും പിടിച്ചു. എന്നാൽ ഈ തെണ്ടി ഇത്രയും നാളൊന്നും പറഞ്ഞില്ലല്ലോ. ഷംസ് ദേഷ്യപ്പെട്ടു. എങ്ങനെ പറയും? നമ്മളൊന്നും ഇവൻ്റെ ആരുമല്ലല്ലോ. ഇവൻ അനൂപിന് മാത്രമേ പറ്റൂ. നമ്മളൊക്കെ ക്രിക്കറ്റ് കളിക്കാനും വെറുതെ കൂടെ നടക്കാനും മാത്രം. നസീം എരുതിയിൽ എണ്ണൊഴിച്ചു. പുഴക്കരയിലായിരുന്നു ഞങ്ങൾ. ഞാൻ പ്രതിക്കൂട്ടി നിൽക്കുന്ന കുറ്റവാളിയെ പോലെ കൈകൾ മാറിൽ കെട്ടി നിലത്തേക്ക് നോക്കി. അനൂപാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനെയല്ലെന്ന ബാതിൽ പുഴയിലേക്ക് ചൂണ്ടയും എറിഞ്ഞിരിക്കുകയാണ്. ഫീൽഡ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ കിണറ്റിക്കരയിലേക്ക് ഓടുന്ന വെള്ളം കുടിക്കാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. നാസർ ഖാന്റെ മോൾ അറക്കാൻ വരുന്ന സമയത്ത് മാത്രം അവൻ്റെ ഒരു ഒടുക്കത്തെ ദാഹം. ഷംസുവിന് കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അനൂപേ, നിനക്കെങ്കിലും ഒന്ന് പറയായിരുന്നു കേട്ടോ. രാകേഷ് കുറ്റപ്പെടുത്തി. എന്നെ ഇതിൽ കൂട്ടണ രാകേഷ്. ഞാൻ അന്ന് ഇവനോട് പറഞ്ഞാൽ വേണ്ടാന്ന്. ഇവനത് വിട്ടുന്നാ ഞാനും കരുതിയത്. എനിക്കൊരു തെറ്റ് പറ്റി. എല്ലാവരും ക്ഷമിക്കുക. ഞാൻ സമ്മതിച്ചു. അസ്മയെ എനിക്കിഷ്ടമാണ്. അത് മറച്ചു വെച്ച് പേടിച്ചിട്ടാ. നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്ന എനിക്കറിയില്ലല്ലോ. അതെന്താടാ? ഞങ്ങൾ 2 മതല്ലേടാ. ഓ, പ്രേമിക്കുമ്പോൾ നിനക്കത് അറിയില്ലായിരുന്നോ? ഷംസുവിൻ്റെ പരിഹാസത്തോടെയുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞാൻ നിശബ്ദനായി.
അതുകൊട്ടെ, ഓൾക്ക് നിന്നെ ഇഷ്ടമാണോ? ആണെന്നാ തോന്നുന്നത്. തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളോട് ഇതിനാണ് നീ മറച്ചു വെച്ചേ? ഓളും ഞങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് എതിർക്കുന്ന എഴുതിയിട്ടാണോ? നസീമ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയലടാ. ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് വല്ലാതെ സങ്കടം വന്നു. അനൂപിനോട് പോലും ഞാൻ പറഞ്ഞല്ല, അവനായിട്ട് കണ്ടുപിടിച്ചതാ. നിങ്ങളറിഞ്ഞാലും അവനെ പോലെ തന്നെ വഴക്കുറയുന്ന പേടിച്ചിട്ടാ, അല്ലാതെ ജാതി മതം ഓർത്തിട്ടല്ല. ആ മതി, അത് വിട്. സമീർ അടുത്തു വന്ന് എൻ്റെ തോളിൽ കൈയിട്ടു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അവർക്ക് നേടാൻ നീ തയ്യാറാണെങ്കിൽ മാത്രം ഇതിന് നിന്നാ മതി. വെറുതെ ആ പെണ്ണിനെ ആശിപ്പിച്ച് സങ്കടപ്പെടുത്തണ്ട. നിന്റെ ആഗ്രഹത്തിന് എന്തായാലും കേടുവട്ടം സമ്മതിക്കും. പക്ഷേ അസ്മയുടെ വീട്ടുകാർ അങ്ങനെയല്ലല്ലോ. ഓളുടെ ഉപ്പുഴപ്പില്ല, പക്ഷെ അരികെ മറ്റുള്ളവർ എന്തായാലും ഉടക്കും. അല്ല, നീ പറഞ്ഞു എങ്ങോട്ടാടായി പോകുന്നേ? അനൂപ് ചൂണ്ട താഴെയിട്ട് എഴുന്നേറ്റു. സമീർ മോന്തയ്ക്ക് 2 തട്ടുകൊടുത്ത് മേലിൽ ആ പെണ്ണിനെ പറ്റി ചിന്തിക്കരുതെന്ന് സത്യം ചെയ്യുന്നതിന് പകരം കെട്ടാനുള്ള വഴിയാണോ നീ ഉപദേശിച്ചു കൊടുക്കുന്നത്? എടാ, അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പോലും ഈ പന്നിക്ക് അറിയില്ല. വെറും ഊഹം മാത്ര. പഠിച്ചൊരു ജോലി വാങ്ങാൻ അവൾ കഷ്ടപ്പെടുന്നവന്റെ അടുക്കള പണി എടുക്കാനല്ല. അവൾക്കൊരു ലക്ഷ്യമുണ്ട്, പ്രേമം, കോപ്പ്. മതം മാറി കല്യാണം കഴിക്കുന്ന ഈ നാട്ടിലെ ആദ്യത്തെ സംഭവം തന്നെയല്ലോ. ആ സുഹൈലിലേക്ക് കിട്ടിയ നാരുപണിനല്ലേ? അതെ, പക്ഷെ ഷംസു അങ്ങേർക്ക് വില്ലേജ് ഓഫീസിലാ ജോലി. ആ ചേച്ചി ഹൈസ്കൂൾ ടീച്ചറും. രണ്ടാളടുത്ത് നല്ല കാശുമുണ്ട്. അതുകൊണ്ടാ ആരും എതിർക്കാഞ്ഞ്. ഇവനെന്ത് കോപ്പാ ഉള്ളത്? വേറൊരുത്തന്റെ ജീപ്പിൽ ഡ്രൈവർ. അതല്ലേ യോഗ്യത? വിദ്യാഭ്യാസം +2. എടാ, നല്ല ജോലിയും ചുറ്റുപാടില്ല. നമ്മുടെ മതത്തുനിന്ന് പോലും ആരും പെണ്ണുകൊടുക്കില്ല. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യം പറയണോ? ഷംസ് തടഞ്ഞു. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. നീ ആദ്യം അസ്മയോട് സംസാരിക്കുക. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്തു വഴി? ഞാൻ പ്രത്യാശയോടെ അവനെ നോക്കി. എന്തായാലും 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഓള് നേഴ്സാവും. മിനിമം ഒരു 3-4 കൊല്ലം നിങ്ങൾക്ക് കിട്ടും. അതിനുള്ളിൽ നീ ഒരു കരവറ്റണം. നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ. ഗൾഫിൽ ഡ്രൈവർമാർക്ക് നല്ല ശമ്പളം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. വിസ കച്ചവടം ചെയ്യുന്ന ഒരാളെ എനിക്കറിയാം. ഗൾഫിലൊക്കെ പോയി കുറച്ച് പൈസ സമ്പാദിച്ച ശേഷം നമുക്ക് ഓടെ കുടുംബക്കാരോട് സംസാരിക്കാം. സമ്മതിച്ചില്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാലോ. കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും തണുത്തോളും. വാവ്, അടിപൊളി. പറയാൻ എന്തെളുപ്പം, ഇത് സിനിമയാണല്ലോ. അനൂപ് പുച്ഛത്തോടെ ചിരിച്ചു. ദേ, എല്ലാവരോടും കൂടിയാ. അല്ലെങ്കിലേ നമ്മൾ ഈ നാട്ടിലാർക്കും ഇഷ്ടമല്ല. ഇതിന്റെ പേരിൽ നിനക്കൊന്നും വീട്ടിൽ കൂടി കയറാൻ പറ്റാണ്ടാവും. ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്താലേ അതാവും സംഭവിക്കുന്നത്. നീ എന്റെ കൂടെ നിൽക്കില്ലേ? ഞാൻ അനൂപിനെ നോക്കി. നിൽക്കും. അസ്മയുടെ കുടുംബക്കാരുടെയും നിന്റെ അച്ഛനെയും സമ്മതത്തോടെ നിങ്ങളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ എല്ലാത്തിനും മുമ്പിൽ ഞാനുണ്ടാവും. അല്ലാതെ ഒളിച്ചോടി കെട്ടാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഇവന്മാർ മാത്രമേ കൂടെ കാണൂ. എന്നെ വിട്ടേക്ക്. ചേടാ, അത് അപ്പോഴത്തെ കാര്യല്ലേ. ഇത് നമ്മളെല്ലാം ഇപ്പൊ വേറെ ആരും അറിയണ്ട. സമീർ പറഞ്ഞ് മറ്റുള്ളവർ ശരിവെച്ചു. എത്രയും പെട്ടെന്ന് അസ്മയോട് സംസാരിക്കണമെന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ലീവ് എടുത്ത് അവളെ കാണാൻ കോളേജിലേക്ക് പോയി. കുട്ടികൾ വരാറുള്ള സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ കാത്തു നിന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അസ്മയും 2 കൂട്ടുകാരികൾ അങ്ങോട്ട് വന്നു. എന്നെ കണ്ടതും ആ മുഖത്ത് ആശ്ചര്യം. മയ്യേട്ടൻ എന്താ ഇവിടെ? അത് ഞാനൊരാളെ കാണാൻ. അതുവരെ സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നു പോവുകയാണ്. അവൾക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ നടന്നോ, ഞാൻ വന്നോളാം, അസ്മ കൂട്ടുകാരികളോട് പറഞ്ഞു. അവർ പോയതും അവളെൻ്റെ തൊട്ടരികിൽ വന്ന് നിന്നു. സത്യം പറ, എന്നെ കാണാനല്ലേ ഇവിടെ കാത്തുനിന്ന്? ഞാൻ തലയാട്ടി. എന്താ കാര്യം? അത് നിനക്കറിയാവുന്ന തന്നെ. ആ മുഖം ചുവന്നു. അത് ശരിയാവില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ മയ്യേട്ടാ. നിനക്കെന്നെ ഇഷ്ടമാണോ? അതിനുള്ള ഉത്തരം കിട്ടിയാൽ മതി. ഉത്തരം നോ ആണെങ്കിൽ സാരമില്ല. വാ, ചായ കുടിക്കാം. അവൾ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. പുറകെ ഞാനും. എൻ്റെ ഉപ്പയും മയ്യേട്ടനെ നന്നായിട്ട് അറിയാലോ. മൂലയിലെ ടേബിളിന് ഇരുവശം ഇരുന്ന് ഓരോ ചായയും ഓർഡർ ചെയ്ത ശേഷം അസ്മ സംസാരിച്ചു തുടങ്ങി. ഒരു പാവ. ചെറുപ്പം തൊട്ട് എല്ലാവരും ചവിട്ടി താഴ്ത്തി. ഇന്നും അങ്ങനെ തന്നെ. സ്വന്തം അനിയനായ എളാപ്പയവരെ ഉപ്പാക്കി പേടിയാ. താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അപകർഷതാബോധം. സ്നേഹവും ബഹുമാനമെല്ലാം ഉപ്പാക്ക് കൊടുത്ത് എൻ്റെ ഉമ്മ മാത്രമാണ്. പാതി വഴിയിൽ ഉമ്മ പോയതോടെ ഇന്ന് ഉപ്പാക്ക് ഞാനേ ഉള്ളൂ. ഒരാൾ ചായ കൊണ്ടുവന്നു. അസ്മ ഒരു ഗ്ലാസ് എൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. +2 കഴിഞ്ഞ ഉടനെ എന്നെ നിൽക്കാതെ നടത്താൻ എല്ലാവരും ഉപ്പയെ കുറേ നിർബന്ധിച്ചു. അന്ന് ആദ്യമായിട്ടാണ് ഉപ്പ അവരുടെ നേരെ നിന്ന് സംസാരിച്ച് എനിക്ക് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ. ഇപ്പോൾ ഉപ്പയുടെ ഇക്കമാരും മാമ്മമാരൊക്കെ ദേഷ്യത്തിലാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട് മയ്യേട്ട. ജോലി കിട്ടിയ ആദ്യത്തെ സാലറി ഉപ്പയുടെ കയ്യിൽ കൊടുക്കണം. അതും മറ്റെല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ഞാൻ മയ്യേട്ടനോട് വഴക്കുണ്ടാക്കിയത് ഓർക്കുന്നില്ലേ? കൂടെപ്പിറപ്പുകളും കാരണന്മാരൊക്കെ ചേർന്ന് അപമാനിച്ച് മനസ്സ് മരവിച്ച ഒരു മനുഷ്യനെ നിങ്ങളും പരസ്യമായി നാണം കെടുത്തി അറിഞ്ഞപ്പോൾ സഹിച്ചില്ല. അന്ന് രാത്രി മുറ്റത്തിരുന്ന് ഉപ്പ കരയായിരുന്നു. ഞാൻ കുറേ ചോദിച്ചപ്പോഴാണ് നടന്നെല്ലാം പറഞ്ഞു. എന്നെ നിയന്ത്രണം വിട്ടു. പക്ഷെ അതിനുശേഷം ഉപ്പ മഹിയേട്ടനെ അച്ഛനെയും കുറിച്ച് എന്നോട് പറഞ്ഞു. 10ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടമായതെന്നൊക്കെ അറിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നി. വേറെ കല്യാണം കഴിക്കാതെ മകന് വേണ്ടി ജീവിക്കുന്ന അച്ഛനോട് ബഹുമാനവും. അതാ സമയം കിട്ടുമ്പോഴേക്ക് അങ്ങോട്ട് ഓടി വന്ന്. പക്ഷേ ഇടയ്ക്കെപ്പോഴും എൻ്റെ മനസ്സൊന്ന് പതറി. ഞാൻ ആകാംക്ഷയോടെ അവളെ നോക്കിയിരുന്നു. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് മാത്രം അലക്കാൻ വന്ന് മഹിയേട്ടനെ കാണാനാണ്. നിങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ തോന്നാറുണ്ട്. പക്ഷെ പെണ്ണായി പോയില്ലേ? ഇടയ്ക്ക് മഹിയേട്ടൻ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഈ മുഖത്ത് വിയർപ്പ് തുടച്ചു തരാനും ബോളിന് പിറകെ ഓടുമ്പോൾ ചെരിപ്പിടാത്തതിന് വഴക്ക് പറയാനൊക്കെ മനസ്സ് കൊതിക്കും. എല്ലാം അടക്കി വെച്ചത്
ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന തിരിച്ചറിവുണ്ട്. അസ്മ വളച്ചിട്ടുണ്ട്. നിനക്കെന്നെ ഇഷ്ടമാണല്ലയോ? അതൊന്നും തുറന്നു പറ. ഞാൻ അസ്വസ്ഥനായി. എനിക്ക് ഇഷ്ടം തന്നെയാണ്, ഒത്തിരി. ഒരിക്കലും എൻ്റേത് മാത്രം ആവില്ലെന്നറിഞ്ഞിട്ടും ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ വാശിയിൽ നോക്കി. ഞാൻ പോട്ടെ, ക്ലാസ് തുടങ്ങാൻ സമയമായി. ഞാൻ യാന്ത്രികമായി തലയാട്ടി. മയ്യേട്ട, വെറുതെ ഓരോ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട കേട്ടോ. ഏയ്, എനിക്കൊരു വിഷമവുമില്ല. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നിന്റെ നാവിൽ നിന്ന് എന്നെ കേൾക്കണമായിരുന്നു. അതിനാ വന്നത്. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു. ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ അവസരം തരണേയെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു വാക്ക് ഞാൻ തരാം. ആരുടെയും മുന്നിൽ ഞാൻ കാരണം നിനക്ക് അറിയേണ്ടി വരില്ല. അത്രയും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. പോട്ടെ, പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. ഞാൻ പുറത്തേക്ക് നടന്നു. റോഡരികിൽ പാർക്ക് ചെയ്ത ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അസ്മ ക്യാൻറ്റീൻ്റെ വാതിലിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കൂടുതൽ സുന്ദരിയായ പോലെ. അല്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മനസ്സിൽ നമുക്കായിട്ടൊരിടമുണ്ടെന്ന് അറിയുന്ന നിമിഷം മുതൽ അവളുടെ സൗന്ദര്യം ഇരട്ടിക്കുമല്ലോ. കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.